ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ലൊരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തു. അതിന്റെ കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി മതി എന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ചോറോ ചൂട് ചോറോ ഏതായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ പുളിയുള്ള നല്ല കട്ടിയായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു അരിപ്പൊടി മൈദ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ജാറിലുള്ളത് ഇതുപോലെ കൈവച്ചിട്ട് തുടച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അതിന്റെ പരുവം തെറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അങ്ങനെ ചെയ്താൽ ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസമാവും. ഒരു 3 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഇതുപോലെ 1 സ്പൂൺ അളവിൽ ഉണക്കമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിൽ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിന്റെ പകുതി മുക്കാലോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുഴച്ച് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതിൽ വെള്ളം പോരാതെ വന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് ആണ്. ഈ ഒരു പലഹാരത്തിന്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചി, തൈര്, അതുപോലെ പച്ചമുളക് ഇതിന്റെയൊക്കെ മണവും രുചിയാണ് മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ വലിപ്പത്തിലൊക്കെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് എടുക്കാൻ പറ്റാത്ത പരുവാകുമ്പോൾ വീണ്ടും കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക. അങ്ങനെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. പിന്നെ നമ്മൾ എത്രയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും ടൈം വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ നമുക്കെല്ലാം ഒരുപോലെ കിട്ടും. ഇപ്പം ഞാനെല്ലാം ഇതുപോലെ നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ അകമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.